ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഏതൊരു മസിൽ പാർട്സ് ആണോ ചെയ്യുന്നത് ആ പാർട്സിന് ആദ്യം നമ്മൾ വാമപ്പ് കൊടുക്കണം. നമ്മൾ അറിയിക്കണം ആ മസിൽ പാർട്സിനാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് എന്ന്. ഇന്ന് എൻ്റെ ഒരു ഷോൾഡർ ഡേ ആണ്. ഞാനീ ചെയ്യുന്നതാണ് ഷോൾഡറിൻ്റെ വാമപ്പ്. ഏതൊരു വർക്കൗട്ട്, ഷോൾഡർ എന്നല്ല, നമ്മുടെ ഏതൊരു മസിൽ പാർട്സ് ആയാലും ഫസ്റ്റ് നിങ്ങൾ വാമപ്പിലൂടെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. സ്മിത്ത് മെഷീൻ ക്രോസ് ഷോൾഡർ പ്രസ്സിലൂടെയാണ് ഞാൻ എൻ്റെ ഷോൾഡർ വർക്കൗട്ട് ആരംഭിച്ചത്. ഈ ഒരു വർക്കൗട്ട് കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് ഫ്രണ്ട് ഡെൽറ്റോയിഡിനാണ്. അതിനുശേഷം കേബിൾ സിംഗിൾ സൈഡ് ലാറ്റർ. നമ്മൾ ഷോൾഡറിന് സൈഡ് ലാറ്റർ ഡംബലിൽ ഡബിൾ സൈഡ് ചെയ്യുന്നതിനേക്കാൾ ഒന്നുകൂടി എനിക്ക് എഫക്റ്റീവായി തോന്നിയിട്ടുള്ളത് ഈ രീതിക്ക് സിംഗിൾ സൈഡ് ലാറ്റർ ചെയ്യുന്നതാണ്. ഇതാകുമ്പോൾ കൂടുതൽ നമുക്ക് നമ്മുടെ ആ ഒരു ഡെൽറ്റോയിഡ് നല്ല സ്ട്രെച്ചും നല്ലൊരു ഫീല് കിട്ടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഈ ഒരു രീതിക്ക് ഡെൽറ്റോയിഡിന് സൈഡ് ലാറ്റർ വർക്കൗട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും. ഇതിനുശേഷം ഞാൻ ചെയ്തത് ഷോൾഡറിൻ്റെ ബാക്ക് ഷോൾഡറിലേക്കുള്ള വർക്കൗട്ടാണ്, അതായത് റയർ ഡെൽറ്റോയിഡ്. നമ്മൾ ഷോൾഡർ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഷോൾഡറിൻ്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ട് വേണം നമ്മൾ ആ ഷോൾഡർ വർക്കൗട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷോൾഡർ ഫ്രണ്ട് പോർഷനും സൈഡും ബാക്കും കൂടെ ട്രാപ്സും എല്ലാം കൂടി ഫോക്കസ് ചെയ്ത് വേണം നമ്മൾ ആ ഒരു ഷോൾഡർ വർക്കൗട്ട് ഫിനിഷ് ചെയ്യാൻ. പലരും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പലരും ബാക്ക് ഷോൾഡറും ഫ്രണ്ട് ഷോൾഡറൊന്നും ശ്രദ്ധിക്കാറില്ല. കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സൈഡാണ്. മാക്സിമം നമ്മൾ എല്ലാം കൂടി കവർ ചെയ്ത് വേണം ആ ഒരു വർക്കൗട്ട് ഫിനിഷ് ചെയ്യാൻ. അതിനുശേഷം ഞാൻ ഡംബൽ പ്രസ്സാണ് സ്റ്റാർട്ട് ചെയ്തത്. നല്ല ഹൈ ഇൻറ്റൻസിറ്റിയിൽ തന്നെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. മാക്സിമം ഏതൊരു വർക്കൗട്ട് ആയാലും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. മാക്സിമം നിങ്ങളെ കൊണ്ട് ആവുന്ന വെയിറ്റ് എടുക്കാൻ ശ്രമിക്കുക. ഇഞ്ചുറി ആവാതെ. എപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത്, വിത്തൗട്ട് ഇഞ്ചുറി എത്ര വെയിറ്റ് നിങ്ങൾക്ക് പൊക്കാൻ പറ്റാവുന്ന വെയിറ്റ് നിങ്ങൾ പൊക്കുക. പക്ഷെ ശ്രദ്ധിക്കുക, ഇഞ്ചുറി ആവാതെ സൂക്ഷിച്ച് ചെയ്യുക. ഏതൊരു വർക്കൗട്ടാണോ നിങ്ങൾ ഈ വീക്ക് ചെയ്തത് അതിലെത്രയാണോ വെയിറ്റ് നിങ്ങൾ ഈ വീക്ക് എടുത്തത് അതൊന്ന് കൗണ്ട് ചെയ്ത് വെക്കുക. അതിനേക്കാൾ ഒരു 2.5 കൂട്ടി വേണം നിങ്ങൾ നെക്സ്റ്റ് വീക്ക് വർക്കൗട്ട് ചെയ്യേണ്ടത്. ആ ഒരു രീതിക്ക് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ മസിൽ ഗ്രോത്ത് ഒന്ന് നോക്കി നോക്ക്. നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. പ്രോഗ്രസീവ് ഓവർലോഡ് നമ്മൾ കൊണ്ടുവരണം. ഓക്കെ, അതിനനുസരിച്ച് നമ്മൾ മസിൽ ബിൽഡ് ആവുകയുള്ളൂ. ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഡംബൽ പ്രസ്സാണ് ഞാൻ ചെയ്യുന്നത്. മാക്സിമം വെയിറ്റ് പൊക്കുക, നല്ല രീതിക്ക് തന്നെ ചെയ്യുക. ഓക്കെ, ഇതിന് ശേഷം ഞാൻ ചെയ്തത് അപ്രൈറ്റ് റോസ്. ഈ ഒരു വർക്കൗട്ട് കൂടുതലായും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഷോൾഡറും അപ്പർ ബാക്കും നല്ല രീതിക്ക് സ്ട്രെച്ചായി നല്ല ഫീല് കിട്ടുന്നൊരു വർക്കൗട്ടാണ്. ഇത് മാക്സിമം ഫോക്കസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. നല്ല രീതിക്ക് വെയിറ്റ് വിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓവർ വെയിറ്റ് ഇതിൽ കൂടുതൽ ആഡ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്, എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഈ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ ബോഡി ഷെയ്ക്ക് ആവാതെ ശ്രദ്ധിക്കണം. അതിനുശേഷം ഞാൻ ഡംബൽ സ്ട്രഗ്സ് ആണ് ചെയ്തത്. ഇത് എൻ്റെ ഒരു ഫിനിഷിങ്, ഇപ്പോൾ ഷോൾഡർ ഫിനിഷിങ്ങിലേക്കായി. ഈ ഒരു വർക്കൗട്ട് കൂടുതലായിട്ട് നമ്മുടെ ട്രാപ്സ്, അപ്പർ ബാക്ക്, മാക്സിമം വെയിറ്റ് ഇതിൽ നമ്മൾ മാക്സിമം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ട്രാപ്സ് നല്ലതുപോലെ ഫോക്കസ് ചെയ്ത് അടിക്കുക. ട്രാപ്സിന് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ് സ്ട്രഗ്സ്. മാക്സിമം ഫോക്കസ് ചെയ്യുക. ഇതിന് ശേഷം ഞാൻ ചെയ്തത് എൻ്റെ ഫിനിഷിംഗ് വർക്കൗട്ടാണ് ഷോൾഡറിൻ്റെ ബാക്ക് ബട്ടർഫ്ലൈ. ഇതും പറഞ്ഞതുപോലെ ബാക്ക് റയർ ഡെൽറ്റോയിഡ് ഫോക്കസ് ചെയ്യും, അതുപോലെ അപ്പർ ബാക്ക് നല്ല രീതിക്ക് സ്ട്രെച്ച് ചെയ്ത് ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, മാക്സിമം വെയിറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.